നമ്മൾ റിയാക്റ്റിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് സ്റ്റേറ്റ് എന്താണെന്ന് പറയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ സ്റ്റേറ്റ് വെച്ചിട്ടായിരിക്കും ഫോക്കസ് ചെയ്ത് പോകുന്നത്. കാരണം റിയാക്റ്റിൽ ഇനി നമ്മൾ ചെയ്യുന്നത് മുഴുവനും സ്റ്റേറ്റ് വെച്ചിട്ടായിരിക്കും. നമ്മൾ സ്റ്റേറ്റ് വെച്ചിട്ട് ഒരു 2 പ്രോജക്റ്റ് എങ്കിലും ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് വെച്ചിട്ടാണ് എല്ലാ പ്രോജക്റ്റും ചെയ്യുന്നത്. അതല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. സ്റ്റേറ്റിൻ്റെ ക്ലാസ്സിന് ശേഷം നമ്മൾ 2 മിനി പ്രോജക്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ അടുത്ത ടോപ്പിക്സ് എടുക്കുള്ളൂ. കാരണം നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകണം, എന്നാൽ മാത്രം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് റിയാക്റ്റിൻ്റെ പണ്ടത്തെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണുക. താഴെ നമ്മളതിൻ്റെ നമ്മൾ പ്ലേലിസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി കാണുക. ജാവാസ്ക്രിപ്റ്റിൻ്റെ ട്യൂട്ടോറിയലും താഴെ കൊടുത്തിട്ടുണ്ട്, അത് പോയി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, കാരണം നമ്മൾ ചെറിയൊരു ചാനലാണ്, വളർന്നു വരുന്നുള്ളൂ. ഓക്കെ, എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ എന്താണ് പഠിച്ചത്? നമ്മൾ നേരത്തെ പ്രോപ്സ് ആണ് പഠിച്ചത്. ഓക്കെ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റിലെ UI ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത കോമ്പോണൻസുകളുണ്ട്. ഓക്കെ, നമുക്ക് ഈ സ്ക്രീനിൽ വിസിബിളായിട്ട് കിട്ടുന്ന സംഭവം. ഓക്കെ, ഈ UI ഘടകങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ജസ്റ്റ് നമ്മളൊരു വേരിയബിളിലല്ലേ നമ്മളൊരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ജാവാസ്ക്രിപ്റ്റിലൊക്കെ. അതുപോലെ തന്നെ ഈ UI ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് യൂസറിൻ്റെ ഭാഗത്തു നിന്ന് പല ഇൻട്രാക്ഷനുകളും ഉണ്ടാകാം. കാരണം യൂസർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, ഒരു സ്ക്രോള് ചെയ്യാം, അങ്ങനെ പല യൂസറിൻ്റെ ഭാഗത്തുനിന്ന് പല ഇൻട്രാക്ഷൻസും ഉണ്ടാകും. നെറ്റ്വർക്കിൻ്റെ ഭാഗത്തുനിന്നും നമ്മളൊരു ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പം വരേണ്ട ചേഞ്ചസ്, അല്ലെങ്കിൽ നമ്മൾ സംഭവം ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, അങ്ങനെ പല തരത്തിലുള്ള ഇവൻറ്റ്സുകൾ നടക്കാം. അതുപോലെ തന്നെ നെറ്റ്വർക്ക് റിക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടക്കാം. അപ്പോൾ റിയാക്റ്റ് UI ഘടകങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും. പ്രോപ്സിൻ്റെ കേസ് ഞാൻ പറയുവാണെങ്കിൽ പ്രോപ്സിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മാറ്റങ്ങൾക്ക് വിധേയമാണ് ആ ഒരു ഡാറ്റ, ആ ഒരു വേരിയബിളിനാണ്, ആ ഒരു സ്റ്റേറ്റ് വേരിയബിൾ. ഓക്കെ, അതൊരു സ്റ്റേറ്റ് ഒബ്ജക്റ്റാണ്. അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സംഭവത്തെ, അത് ജസ്റ്റ് ലൈക്ക് വേരിയബിൾ പോലെയാണ്, പക്ഷേ അത് ചേഞ്ചബിൾ ആണ്. ഓക്കെ, സ്റ്റേറ്റ് നമ്മൾ ക്ലാസ് കോമ്പോണൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫങ്ഷണൽ കോമ്പോണൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലാസ് കോമ്പോണൻസിലായിരുന്നു ആദ്യം സ്റ്റേറ്റ് ഉണ്ടായിരുന്നത്. ഫങ്ഷണൽ കോമ്പോണൻസിൽ പണ്ട് സ്റ്റേറ്റ് ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് ഞാൻ പറയായിരുന്നു, ജസ്റ്റ് ഒരു ഡെമ്മി കോമ്പോണൻ്റ് ആയിരുന്നു ഫങ്ഷണൽ കോമ്പോണൻറ്റ്. പിന്നീട് റിയാക്റ്റ് ഹുക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വന്നു. ഈ റിയാക്റ്റ് ഹുക്കാണ് ക്ലാസ്സിലുണ്ടായിരുന്ന ഫീച്ചേഴ്സ് എങ്ങോട്ട് കൊണ്ടുവന്നത്? നമ്മുടെ ഫങ്ഷണൽ കോമ്പോണൻസിലേക്ക് കൊണ്ടുവന്നു. സ്റ്റേറ്റ് ഒക്കെ വന്നു. ഓക്കെ, സ്റ്റേറ്റ് എന്താണ്? ഇപ്പോൾ നമ്മൾ ഒരു സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ ബൾബ് തെളിയും, അതുപോലെ ഒരു സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ ഫാൻ കറങ്ങും. അതുപോലെ തന്നെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികൾ മൂലം പേജിൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസുകൾ മൂലം നമുക്ക് ചേഞ്ചസുകൾ കിട്ടണം. ഓക്കെ, അപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, ഫ്യൂച്ചറിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റയാണ് സ്റ്റേറ്റ്. ഓക്കെ, ചേഞ്ച് പല കാരണങ്ങളും കൊണ്ടാകാം. നെറ്റ്വർക്കിൽ വരുന്ന ചേഞ്ചസുകൾ കൊണ്ട്. കാരണം നമുക്കൊരു ഫയല്, ഞാൻ പറയുന്നുണ്ട്, API റിക്വസ്റ്റുകൾ അയക്കുന്നുണ്ട്, നമ്മൾ അപ്ലോഡിങ്, ഡൗൺലോഡിങ്, അതുപോലെ തന്നെ നമുക്ക് APIയിൽ നിന്നായിരിക്കും ഡാറ്റ ഒക്കെ കിട്ടണേ, നമ്മുടെ പേജിൽ ഡിസ്പ്ലേ ചെയ്യിക്കണം. അതിനൊക്കെ നമുക്ക് സ്റ്റേറ്റ് യൂസ് ചെയ്യണം. കാരണം അതൊക്കെ ചേഞ്ചബിൾ ആയിട്ടുള്ള ഡാറ്റ കേട്ടോ. അല്ല നമ്മൾ ഒരു വേരിയബിൾ ഉണ്ടാക്കി അതിൻ്റെ അകത്തൊരു വാല്യൂ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും അങ്ങനെ ഇരിക്കുമല്ല. ഈ ഒരു സ്റ്റേറ്റ് വേരിയബിൾ എന്ന് തന്നെ വിളിക്കാം. ഈ ഒരു സ്റ്റേറ്റ് വേരിയബിളിലെ ഡാറ്റ ചേഞ്ചബിൾ ആണ്. ഈ സ്റ്റേറ്റ് ഒബ്ജക്റ്റിലെ ഡാറ്റ ചേഞ്ചബിൾ ആണ്. ഓക്കെ, അപ്പം എന്താണ് യൂസറിൻ്റെ ഇൻട്രാക്ഷൻസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പം, ഓക്കെ, നമുക്കതിലേക്ക് വരാം. എന്താണ് യൂസറിൻ്റെ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പം, ഞാൻ ഈ കീബോർഡിൽ ഏതെങ്കിലും കീയിൽ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു വെബ്സൈറ്റിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി നടക്കണം. ഈവൻ്റ് എന്ന് പറയാം. അതുപോലെ ഞാൻ മൗസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും നടക്കണം, മൗസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും നടക്കണം, അതുപോലെ ഹോവർ ചെയ്യുമ്പോൾ എന്തെങ്കിലും നടക്കണം. അതുപോലെ ഞാൻ എന്ത് ആക്ഷൻ ചെയ്താലും, അതായത് നമ്മുടെ ആക്ഷനുകൾ മൂലം ഉണ്ടാകുന്ന ചേഞ്ചസുകൾ നമുക്ക് UIയിൽ കിട്ടണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് വേണം. ഓക്കെ, അപ്പം പ്രോപ്സിൻ്റെ കേസിലേക്ക് വരാം. പ്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു, പ്രോപ്പർട്ടിയാണ്. ഒരു കോമ്പോണൻറ്റിൽ നിന്ന് മറ്റൊരു കോമ്പോണൻറ്റിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്ന ആ ഒരു ഡാറ്റയാണ്. ഓക്കെ, ഡാറ്റയാണ്, ഇൻഫർമേഷനാണ് ഈ പറഞ്ഞ പ്രോപ്സ്. അപ്പം നമുക്ക് ഒരു കോമ്പോണൻറ്റ് മറ്റൊരു കോമ്പോണൻറ്റിലേക്ക് ഡാറ്റ നമുക്ക് പ്രോപ്സ് വഴി അയക്കാൻ പറ്റും. അതായത് നമ്മൾ ഫങ്ഷൻസ് ഒക്കെ ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻസിൻ്റെ അകത്ത് നമ്മൾ പാരാമീറ്റർ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യില്ല. അതുപോലെ തന്നെ
പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്നാന്ന് പറഞ്ഞാൽ പ്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ ആ ഒരു ഡാറ്റ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇമ്മ്യൂട്ടബിൾ ആണ്. ഇമ്മ്യൂട്ടബിൾ എന്താണ് അതിൻ്റെ അർത്ഥം? ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മളൊരു കോമ്പണൻറ്റിൽ നിന്നൊരു കോമ്പണൻറ്റിലേക്ക് ഡാറ്റ അയക്കുമ്പോൾ നമുക്കത് ചിൽഡ്രൻ്റെ അകത്തും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളത് അയക്കണ സമയത്തും ആ ഒരു ഡാറ്റ അവിടെ ജസ്റ്റ് ഡിസ്പ്ലേ ആവുകയുള്ളൂ. ആ ഡാറ്റ നമ്മളിപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ എന്തെങ്കിലും നടക്കുമ്പോഴോ ഒന്നും ആ ഡാറ്റയ്ക്ക് ഒരു മാറ്റവും ഇല്ല. ഡാറ്റ എപ്പോഴും ഒരു വേരിയബിളിൽ എങ്ങനെയാണോ ഒരു നെയിം നമ്മൾ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇരിക്കും. ചേഞ്ചബിൾ അല്ല. അതാണ് ഇമ്മ്യൂട്ടബിൾ. ഓക്കെ, പ്രോപ്സിൻ്റെ കേസ്. സ്റ്റേറ്റിൻ്റെ കേസ് മ്യൂട്ടബിൾ ആണ്. അതായത് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, പക്ഷേ വേരിയബിളിൻ്റെ ഡേറ്റ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, അതിനാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് അതാണ് പ്രോപ്സും സ്റ്റേറ്റും തമ്മിലുള്ള ഏറ്റവും വലിയ ഹ്യൂജ് ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് മ്യൂട്ടബിൾ ആണ്. ചേഞ്ചബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് സ്റ്റേറ്റ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇതാണ് ഏറ്റവും ഭയങ്കര വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. വേറെ ഡിഫറൻസ് ഒന്നും ഞാനിവിടെ എഴുതിയിട്ടില്ല. വേറെ ഡിഫറൻസിൻ്റെ ആവശ്യമില്ല. ഈ വലിയൊരു ഡിഫറൻസ് തന്നെ ഉണ്ട്. ഓക്കെ, സ്റ്റേറ്റ് ഒരു കോമ്പണൻറ്റിൻ്റെ ഇൻഫർമേഷൻ അല്ല ഹോൾഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റിൽ ആക്ച്വലി വരുന്നത് സ്റ്റേറ്റിലൊരു വേരിയബിൾ ഉണ്ടാകും. സ്റ്റേറ്റ് ഒരു ഒബ്ജക്റ്റാണ്. ആ ഒരു സ്റ്റേറ്റ് ഒബ്ജക്റ്റ് ൻ്റെ അകത്തൊരു വേരിയബിൾ ഉണ്ടാകും. ആ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അങ്ങനെ നിങ്ങൾ മെറ്റാ വേരിയബിളായിട്ട് കരുതണ്ട. ഞാനത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഈ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ടാകും. മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ ആ ഒരു സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടാകുക. സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തും. ഹുക്കിലാണെങ്കിൽ നമുക്കിഷ്ടമുള്ള മാനുവലായിട്ടുള്ള നെയിം കൊടുക്കാം. ഹുക്സ് എടുക്കുവാണെങ്കിലും അതിലും ഉണ്ട് ഈ ഒരു പറഞ്ഞ സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ട്. അതുപോലെ തന്നെ അതിനെ ചേഞ്ച് ചെയ്യാനൊരു ഫംഗ്ഷനുണ്ട്. ക്ലാസ്സിൽ നിന്നുള്ള ഒരു ഇത് ഉൾക്കൊണ്ടാണ് ആ ഒരു ഫീച്ചറാണ് റിയാക്റ്റ് ഫങ്ഷണൽ കോമ്പോണൻസിലേക്ക് ഹുക്സിലൂടെ കൊണ്ടുപോകുന്നത്. ഓക്കെ, നമ്മളതൊക്കെ ഭാവി പഠിക്കും. പറയണതെല്ലാം പഠിക്കും. പാനിക് ആവേണ്ട, ഇതെല്ലാം നമ്മൾ പഠിക്കും. സ്റ്റേറ്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് താറാക്കിയിട്ടേ പോകുള്ളൂ. ഓക്കെ, പ്രോപ്സിൻ്റെ കേസാകുമ്പോൾ പ്രോപ്സിൽ നമ്മൾ ഡാറ്റ പാസ് ചെയ്യും. ഒരു കോമ്പണൻറ്റിൽ നിന്ന് മറ്റൊരു കോമ്പണൻറ്റിലേക്ക് ഡാറ്റ പാസ് ചെയ്യും. എങ്ങനെ നമ്മൾ പണ്ട് പഠിച്ചു? ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ പാരാമീറ്റർ കൊടുക്കുന്നു. നെയിം പറഞ്ഞു കൊടുക്കുന്നു. ഏജ് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഈ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കോമ്പണൻറ്റ് വിളിച്ചിട്ടായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ ഒരു കോമ്പണൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കോമ്പണൻറ്റിലായിരിക്കും ഈ ഡാറ്റ എടുക്കുന്നത്. ഓക്കെ, സ്റ്റേറ്റ് അങ്ങനെയല്ല. സ്റ്റേറ്റ് ഒരു കോമ്പണൻറ്റിൻ്റെ ഇൻഫർമേഷനാണ് സ്റ്റേറ്റ് ഹോൾഡ് ചെയ്യുന്നത്. ആ കോമ്പണൻറ്റിന് എന്തെങ്കിലും ചേഞ്ച് വരണമെങ്കിൽ. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് കണ്ടോ, ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇത് ക്ലോസ് ആകും. ഓക്കെ, ഇത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നൊരു വെബ്സൈറ്റിലാണ്. ഫിഗ്മേൻ്റെ ഇതൊരു വെബ്സൈറ്റാണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു വെബ്സൈറ്റാണ്. ഞാനിതിൽ ഇവിടെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നാ സംഭവിക്കും കണ്ടോ? എനിക്കൊരു പോപ്പപ്പ് വന്നു. ഞാൻ സ്റ്റേറ്റിൻ്റെ ഉദാഹരണമായിട്ടാണ് പറയണത്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം ഞാനൊരു യൂസറല്ലേ, ഞാൻ ഈ പേജിൽ ഒരു ആക്ഷനാണ് ഇപ്പോൾ കാണിച്ചത്. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നാ സംഭവിച്ചു? ഇത് റിയാക്റ്റ് അല്ല, ആക്ച്വലി റിയാക്റ്റ് വെച്ചിട്ടല്ല ഉണ്ടാക്കി. പക്ഷേ ഓക്കെ, ഞാനൊരു ഉദാഹരണം കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. റിയാക്റ്റിൽ ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് റിയാക്റ്റിലുള്ളതാണേലും ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണേലും നമുക്കിത് എന്താണ് നടക്കണമെന്നൊരു ഉദാഹരണം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയണത്. ഓക്കെ, ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ഓൾറെഡി സ്റ്റേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം. ഓക്കെ, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് അവിടെ ട്രിഗർ ആകും. ക്ലിക്ക് ഇവൻറ്റ് ഞാനെന്ന യൂസർ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ആ ഒരു ഇവൻറ്റ് വർക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ എന്താണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു സ്റ്റേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യം ഇവിടെ വർക്ക് ചെയ്യും. ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളതിനെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ആദ്യം അതിനൊരു ഇനിഷ്യൽ വാല്യൂ ഉണ്ടാകും. ഒരു സ്റ്റേറ്റിന് ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ കൊടുക്കുക. അതായിരിക്കും ഇനിഷ്യലി അതിലുണ്ടാകുക. പക്ഷെ നമ്മൾ ഈ ബട്ടണിൽ എപ്പോൾ ക്ലിക്ക് ചെയ്യുന്നു, ട്രിഗർ ആകുന്നു, അപ്പം എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടല്ലോ. ആ മെത്തേഡിൽ നമ്മൾ എന്ത് ഫംഗ്ഷനാണോ എഴുതി വെച്ചിരിക്കുന്നത് റൺ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്നാ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ റീറെൻഡർ ചെയ്യും. റിയാക്റ്റിൽ റീറെൻഡർ ചെയ്തിട്ട്, റീറെൻഡറിങ് അറിയാമല്ലോ നിങ്ങൾക്ക്, റെൻഡർ ചെയ്താണല്ലോ സ്ക്രീനിൽ ഇതെല്ലാം ഡിസ്പ്ലേ ആകുന്നത്. റീറെൻഡർ ചെയ്ത് ഈ ഒരു പോർഷൻ മാത്രം ചേഞ്ച് ചെയ്യും. ഈ ഒരു പോർഷൻ മാത്രം റീറെൻഡർ ചെയ്ത് ഈ ബട്ടൺ എന്താണോ ചേഞ്ച് വന്ന് ഈ ബട്ടൻ്റെ കളർ മാറാനായിരിക്കും ചിലപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അത് സംഭവിക്കും. ഓക്കെ, റീറെൻഡർ ചെയ്ത് ഈ ഒരു പോർഷനാണോ, ഇവിടെ കുറച്ച് ഇമേജസ് ആണെങ്കിൽ ആ ഇമേജസ് മാത്രം റീറെൻഡർ ചെയ്ത് അപ്ഡേറ്റ് ആവും. ഓക്കെ, ഇത്രയാണ് എനിക്ക് സ്റ്റേറ്റിനെ പറ്റി പറയാനുള്ളത്. നമ്മൾ ഇതിനെപ്പറ്റി അടുത്ത ക്ലാസ്സിൽ ഡീപ്പായിട്ട് നോക്കും. നമ്മൾ പ്രോജക്ട്സ് ഒക്കെ ചെയ്ത് നോക്കും. എന്നാൽ മാത്രം നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ.